അവൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ഒരുങ്ങും പോലെ ആ കണ്ണുകൾ അവനെ തന്നെ ഉറ്റുനോക്കി. നേരത്തെ കണ്ടതിനേക്കാൾ അല്പം ശാന്തത ആ മുഖത്ത് തെളിയുന്നത് പോലെ അവന് തോന്നിയപ്പോൾ അവളുടെ ചുണ്ടുകളിൽ നിന്നും ആ പ്ലാസ്റ്റർ അവൻ പതിയെ അടർത്തി മാറ്റാൻ തുടങ്ങി. അവൻ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളിലും അവൾക്ക് ജിജ്ഞാസ പടർന്നു പിടിക്കുന്നതോടൊപ്പം അവളിലെ സംശയങ്ങളും ഇരട്ടിച്ചു വരികയായിരുന്നു. കെട്ടുകളിൽ നിന്നെല്ലാം അവളെ പൂർണ്ണമായും സ്വതന്ത്രയാക്കിയ ശേഷം അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. താനിറങ്ങി ഓടില്ലെന്ന വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ ഈ കെട്ടുകളെല്ലാം അഴിച്ചു മാറ്റിയത്. നേരത്തെ ഒരു പുഞ്ചിരിയോടെ അവനത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. അതിനൊപ്പം പാർവതിയും ഒരു അത്ഭുതത്തോടെ അവനെ നോക്കി അവിടെ നിന്നും എഴുന്നേറ്റു. എങ്കിലും അവനോടുള്ള വെറുപ്പും ദേഷ്യവുമൊന്നും അവളിൽ നിന്നും പൂർണ്ണമായും വിട്ടകന്നിരുന്നില്ല. ബന്ധനങ്ങളിൽ നിന്നും മുക്തയായ ആവേശത്തോടെ പെട്ടെന്ന് അവൾ അവനു നേരെ കയർത്തുകൊണ്ട് ചെന്നടുക്കുകയായിരുന്നു. നീ ആരാ? എന്താ നിനക്ക് വേണ്ടേ? എൻ്റെ ഡാഡിയും നീയും തമ്മിലുള്ള പ്രശ്നത്തിനിടയ്ക്ക് എന്തിനാ എന്നെ വെറുതെ വലിച്ചയച്ചത്? വിവാഹ മണ്ഡപത്തിൽ നിന്നും ആളുകളെയെല്ലാം കബളിപ്പിച്ച് എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരുന്നു? നീ കാരണം എൻ്റെ ഡാഡി ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വന്നിട്ടുണ്ടാകും. എൻ്റെ വിവാഹവും നീ കാരണം ഇപ്പോൾ മുടങ്ങിയില്ലേ? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ഞാൻ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? മൂക്കും ചുണ്ടും വിറപ്പിച്ചുകൊണ്ട് അവൾ മുന്നിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ അവന് നേരെ ഉന്നയിക്കുമ്പോൾ ചുവപ്പ് പട്ട് സാരി ഉടുത്ത് ആഭരണങ്ങൾ അണിഞ്ഞ സാക്ഷാൽ പാർവതി ദേവിയുടെ രൂപം കോപിഷ്ഠയായി തൻ്റെ മുൻപിൽ അവതരിച്ചതുപോലെയാണ് പെട്ടെന്ന് അവന് തോന്നിയത്. ഡോ, തനിക്ക് എന്താ ചെവി കേട്ടൂടടോ? ഇത്രയൊക്കെ ഞാൻ ചോദിച്ചിട്ടും പറഞ്ഞിട്ടും തനിക്ക് എന്താ ഒന്നും പറയാനില്ലേ? വീണ്ടും അവളെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു. എന്തിനാ നീ ഇപ്പം ചിരിച്ചത്? ഇത്രയൊക്കെ ഞാൻ ചോദിച്ചിട്ടും നിനക്കൊന്നും പറയാനില്ലേ? അതോ ഞാൻ പറയുന്നൊക്കെ നിനക്ക് തമാശയായിട്ടാണോ തോന്നിയത്? പിന്നെ അല്ലാതെ, താനിപ്പോൾ പറഞ്ഞത് ശരിക്കും തമാശയല്ലേ? തനിക്കൊട്ടും താല്പര്യമില്ലാത്തൊരു വിവാഹം മുടങ്ങിപ്പോയതിൽ തനിക്ക് എന്തിനാ പാറു ഇങ്ങനെ സങ്കടം തോന്നുന്നത്? അവളെ നോക്കി അവൻ വീണ്ടും ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചപ്പോൾ ആ ചിരിയേക്കാൾ അവളെ ആശ്ചര്യപ്പെടുത്തിയത് അവൻ്റെ ചോദ്യത്തിന് മുൻപിലായിരുന്നു. ഒരു നിമിഷം അവൾ അറിയാതെ പതറിപ്പോയി. തന്നെക്കുറിച്ച് യാതൊരു മുൻപരിചയവുമില്ലാത്ത ഇവനെങ്ങനെയാ ഇത്ര കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കുന്നത്? പാറു എന്ന തൻ്റെ വിളിപ്പേര് പോലും ഇവൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അത്ഭുതവും ആശങ്കയും മനസ്സിലിട്ട് പെരുപ്പിച്ചുകൊണ്ടവൾ അവൻ്റെ മുഖത്തേക്ക് വീണ്ടും ഒന്ന് നോക്കി. കുറച്ചു നേരത്തേക്ക് അവൾ മൗനം പാലിച്ചുകൊണ്ട് അവിടുത്തെ കസേരയിൽ വീണ്ടും ഇരിപ്പുറപ്പിച്ചു. പെട്ടെന്ന് അവൾക്ക് പറയാനായി ഒന്നുമില്ലാതായതുപോലെ. ശരിയാണ്, താൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ആ വിവാഹം മുടങ്ങിപ്പോയതിൽ തനിക്ക് എങ്ങനെയാണ് സങ്കടം ഉണ്ടാവുക? ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ തൻ്റെ മനസ്സും അറിയാതെ ഒരുപാട് തവണ ആഗ്രഹിച്ചിരുന്നതല്ലേ? പക്ഷേ ഇതൊക്കെ ഇവനെങ്ങനെ മനസ്സിലാക്കിയെടുത്തതെന്ന് തനിക്കൊരു രൂപവും ഇല്ലല്ലോ എന്നവൾ മനസ്സിൽ ഉരുവിട്ടിരുന്നു. പാർവതിയുടെ നിശബ്ദതയുടെ കാരണം തിരിച്ചറിഞ്ഞതുപോലെയായിരുന്നു ശിവ വീണ്ടും അവളോട് സംസാരിക്കാൻ തുടങ്ങിയത്. തൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എല്ലാം പതിയെ താൻ തിരിച്ചറിഞ്ഞു തുടങ്ങും. പിന്നെ തൻ്റെ വീട്ടിലെ പോലെ ഉപദ്രവിക്കാനോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനോ ഒന്നും ഇവിടെ ആരും വരില്ല. എൻ്റെ വാക്കിൽ തനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ തുടരാം. ഇല്ലെന്നുണ്ടെങ്കിൽ ദേ ആ കാണുന്നതാണ് പുറത്തേക്കുള്ള വഴി. അതിലൂടെ തനിക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകാം. തൻ്റെ ഡാഡി ചൂണ്ടിക്കാണിക്കുന്നവനെ വിവാഹം ചെയ്ത് തനിക്ക് ജീവിക്കുകയും ചെയ്യാം. തീരുമാനമെടുക്കാനുള്ള അവസരം നൽകിക്കൊണ്ടവൻ ചുമരിലേക്ക് ചാരി നിന്ന് ഇരു കൈകളും കൂട്ടിക്കെട്ടി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അവൻ അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ പാർവതിയും അവൻ്റെ മുഖത്തേക്ക് നിസ്സഹായതയോടെ ഒന്ന് നോക്കി. ഇത്രയൊക്കെ ചെയ്തിട്ടും തീരുമാനമെടുക്കാനുള്ള അവകാശം വീണ്ടും അവൻ തനിക്ക് നൽകിയത് എന്തുകൊണ്ടായിരിക്കും? താനറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവൻ മറച്ചു പിടിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഒന്നിനും തൻ്റെ കയ്യിൽ ഇപ്പോൾ ഉത്തരമില്ല. എന്നാൽ തൻ്റെ സങ്കടം തിരിച്ചറിയാതെ പോയ തൻ്റെ ഡാഡിയുടെ തീരുമാനത്തിൽ നിന്നും തൻ്റെ ജീവനും ജീവിതവും രക്ഷിച്ചവനല്ലേ ഇവൻ? എന്തിനു വേണ്ടിയാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് പോലും അറിയില്ല. എങ്കിലും അവനിൽ എന്തോ ഒരു നന്മയുണ്ടെന്ന് തൻ്റെ മനസ്സറിയാതെ മന്ത്രിച്ചു പോവുകയാണ്. ഇതിനു മുമ്പ് താൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മുഖം. ആരാണെന്നോ പേരെന്താണെന്നോ ഒന്നും അറിയില്ല. എന്നിട്ടും തന്നെ മനസ്സിലാക്കാൻ ആരൊക്കെയോ ഈ ഭൂമിയിലുണ്ടെന്നൊരു തോന്നൽ.
യാതൊരു പ്രതികരണവും നൽകാതെ പാർവതി അവൻ്റെ മുൻപിൽ ഇരിപ്പ് തുടർന്നപ്പോൾ ആ മനസ്സിലെ തീരുമാനം തിരിച്ചറിഞ്ഞതുപോലെ അവനൊരു നേർത്ത മന്ദഹാസം വിടർത്തിക്കൊണ്ട് ആ മുറിയിൽ നിന്നും പതിയെ ഇറങ്ങിപ്പോയി. തൽക്കാലം തങ്ങാൻ സുരക്ഷിതമായ ഒരിടം വേണമെന്നത് പാറുവിൻ്റെയും ആവശ്യമായിരുന്നു. ഈ അവസ്ഥയിൽ വീട്ടിലേക്ക് തിരികെ ചെന്നാൽ തനിക്ക് ഇഷ്ടമില്ലാതെ മുടങ്ങിപ്പോയ തൻ്റെ കല്യാണം വീണ്ടും നടത്തിയെടുക്കാൻ ഡാഡി ശ്രമിക്കുമെന്ന് അവൾ ഭയപ്പെട്ടിരുന്നു. മറ്റൊരു വഴിയും അവൾക്ക് മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ശിവയുടെ വീടും സുമതിയമ്മയുടെ സ്നേഹവുമായെല്ലാം പൊരുത്തപ്പെട്ടു പോകാൻ പാർവതി മനസ്സുകൊണ്ട് തയ്യാറാവുകയായിരുന്നു. പണത്തിൻ്റെ വീറോ വാശിയോ ഒന്നും തന്നെ പിന്നീട് അവൾ ശിവയുടെ അടുത്ത് കാണിച്ചിരുന്നില്ല. സ്വന്തം ഡാഡിയിൽ നിന്നും ലഭിക്കാത്ത മനുഷ്യത്വവും സ്നേഹവുമെല്ലാം തട്ടിക്കൊണ്ടുവന്നവരിൽ നിന്നും അനുഭവിച്ചറിഞ്ഞപ്പോൾ അവർക്കിടയിലെ സ്നേഹത്തിലേക്ക് അവളും അറിയാതെ എഴുകിച്ചേരുകയായിരുന്നു. വർക്ക്ഷോപ്പിലെ പണിക്ക് പോകാനായി കുളിയെല്ലാം കഴിഞ്ഞ് തയ്യാറെടുപ്പോടെ ശിവ റൂമിലേക്ക് കയറി വന്നു. കുളി കഴിഞ്ഞു വന്നാൽ എടുത്തിടാനുള്ള ഷർട്ടും പാൻറ്റും കട്ടിലിന് മുകളിൽ ചുരുട്ടിക്കൂട്ടി വെച്ചിരുന്നതാണ്. എന്നാൽ കുളിച്ചിറങ്ങുന്ന ഈ സമയത്തിനുള്ളിൽ തൻ്റെ വസ്ത്രങ്ങൾ എവിടെ പോയെന്ന സംശയത്തോടെ അവൻ ഇടവും വലവും നോക്കി നിൽക്കുന്നതിനിടയിലാണ് അവൻ്റെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്നൊരു കാഴ്ച അവൻ കാണാനിടയായത്. കറുപ്പ് ഷർട്ടും ഗ്രേ കളർ ജീൻസ് പാൻറ്റും ധരിച്ചുകൊണ്ട് പാർവതി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ അതിശയത്തോടെ അവളെ ഒന്ന് നോക്കി. അതിനൊപ്പം താനിടാൻ കരുതി വച്ചിരുന്ന തൻ്റെ പുത്തൻ പുതിയ ഡ്രസ്സ് ഇട്ടതിൻ്റെ കലിപ്പും കൂടിയായപ്പോൾ പെട്ടെന്ന് അവന് നിയന്ത്രണം തെറ്റിയതുപോലെ അവൾക്ക് നേരെ ഒച്ചയെടുത്ത് ചെല്ലുകയായിരുന്നു. നിന്നോടാരാ എൻ്റെ ഡ്രസ്സ് എടുത്തിടാൻ പറഞ്ഞത്? പിറകിൽ നിന്നും കേട്ട ശബ്ദത്തിൻ്റെ ഞെട്ടലോടെ പാർവതി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. താനണിഞ്ഞ വസ്ത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച ശേഷം അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ വീണ്ടും നോക്കി. ഇത് ശിവയുടെ ഡ്രസ്സായിരുന്നോ? ആ പിന്നല്ലാതെ, വർക്ക്ഷോപ്പിലേക്ക് പോകുമ്പോൾ ഞാനിടാനായി എടുത്തു വെച്ചിരുന്നതാണിത്. നിന്നോടാരാ ഇത് എടുത്തിടാൻ പറഞ്ഞത്? സുമയമ്മ. അവൾ തലയൽപ്പം താഴ്ത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു. എന്താ പറഞ്ഞ്? അമ്മയാ എനിക്കിതെടുത്തത് തന്നെ. കുളി കഴിഞ്ഞ് മാറ്റിയിടാനായി എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. തൽക്കാലം ഇതെടുത്തിട്ടോളാൻ അമ്മ എന്നോട് പറഞ്ഞത്. ഓഹോ, അത്രയ്ക്കായോ? എങ്കിലത് ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. അമ്മേ! നീട്ടി അലറി വിളിക്കുന്ന ശിവയുടെ ശബ്ദം കേട്ട് കൂട്ടാൻ തവിയും കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു സുമതിയമ്മ അവിടേക്ക് പാഞ്ഞോടി വന്നത്. എന്താ ശിവ, എന്തിനാ നീ ഇങ്ങനെ അലറി വിളിക്കുന്നത്? ദേ, ഞാനിടാൻ വെച്ചിരുന്ന ഡ്രസ്സായിരുന്നു ഇത്. അമ്മ ആരോട് ചോദിച്ചിട്ടാ ഇത് ഇവൾക്ക് എടുത്തു കൊടുത്ത്? ഞാനിനി ഏത് ഡ്രസ്സ് ഇടും? എനിക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാനുള്ള കാര്യം അമ്മ എന്താ മറന്നോ? ഓ, ഇതിനായിരുന്നോ നീ ഇത്രയും തൊണ്ട പൊട്ടി വിളിച്ചത്? എടാ, ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ചാൽ മാത്രം പോരാ, അതിനത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുകയും വേണം. കല്യാണപ്പന്തലിൽ നിന്ന് അതിനെ തട്ടിക്കൊണ്ടുവന്ന അന്ന് തൊട്ട് അവൾ എടുത്തിരുന്ന സാരി ഞാനങ്ങ് കഴുകി അലക്കിയിട്ടു. പിന്നെ പാർവതിക്ക് പറ്റിയ പാകത്തിനുള്ള ഡ്രസ്സൊന്നും എൻ്റെ കയ്യിലില്ല. ഉള്ളതാണെങ്കിൽ കുറേ കീറിപ്പറിഞ്ഞ സാരിയും. അതൊക്കെ ഈ കൊച്ചിന് കൊടുക്കാൻ പറ്റുമോടാ ശിവ? അപ്പം തോന്നി ഈ കുട്ടിക്കിടാൻ പറ്റിയ പാകത്തിനുള്ള ഡ്രസ്സ് നിൻ്റേതായിരിക്കുമെന്ന്. എന്നാൽ പിന്നെ പുതിയത് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. അതിലെന്താ ഇത്ര തെറ്റ്? ഇല്ല, ഒരു തെറ്റുമില്ല. ഏതായാലും കൊള്ളാം. എന്നാലും ഞാൻ ആഗ്രഹിച്ചു വാങ്ങിയ ഡ്രസ്സ് തന്നെ അമ്മ ഇവൾക്ക് എടുത്ത് കൊടുത്തല്ലോ. അലമാരയിൽ വേറെയും പുതിയ സാരികൾ ഉണ്ടായിരുന്നല്ലോ. അതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് കൊടുക്കായിരുന്നില്ല ഇവൾക്ക്? അതെങ്ങനെയാടാ ശിവ? ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കൊക്കെ സാരി എടുത്ത് വീട്ടിൽ നിൽക്കാമെന്ന് വെച്ചാൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേടാ. അത് വലിച്ചു വാരി ഉടുക്കുന്നതിലും ഭേദം നിൻ്റെ ഈ ഡ്രസ്സ് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ദേ, നീ പാർവതിയെ ശരിക്കും നോക്കിയേ. ഈ ഡ്രസ്സ് അവൾക്ക് നന്നായി ഇണങ്ങുന്നില്ലേടാ? സുമയമ്മയുടെ സംസാരവും ശിവയുടെ തറപ്പിച്ച നോട്ടത്തിനു മുന്നിൽ പാർവതി പതിയൊന്ന് ചൂളി നിന്നു. കയ്യിൽ പിടിച്ചു നിന്ന തലതുവർത്തിയ ടവൽ എടുത്തവൻ ചുരുട്ടിപ്പിടിച്ച് രണ്ടുപേരെയും തറപ്പിച്ചൊന്ന് നോക്കിയ ശേഷം ദേഷ്യത്തോടെ അതെടുത്തൊരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ തിരിഞ്ഞു നോക്കാതെ ഒറ്റ പോക്കായിരുന്നു അവൻ്റെ മുറിയിലേക്ക്. ശക്തിയായി കതകടച്ച ആ ശബ്ദം കേട്ട് പാർവതിയും സുമയമ്മയും ഒരു ഞെട്ടലോടെ പരസ്പരം മുഖത്തേക്ക് നോക്കി. നേരം സന്ധ്യ കഴിഞ്ഞിരുന്നു. നാമജപങ്ങൾക്ക് ശേഷം വീടിൻ്റെ അകത്തളങ്ങളിൽ ഉച്ചത്തിൽ കേൾക്കുന്ന ടെലിവിഷനുകളിലെ കണ്ണീർ പരമ്പരകളിൽ മുഴുകിയിരുന്നിരുന്ന അമ്മയുടെ മുന്നിലേക്ക് ശിവ പെട്ടെന്ന് വന്നു നിന്നപ്പോൾ അവൻ്റെ 2 കൈകളിലും നിറച്ച് കവറുകളും ഉണ്ടായിരുന്നു. അമ്മയുടെ മുൻപിലേക്ക് അവൻ അതെല്ലാം നീട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ സുമതി ഒരു നിമിഷം സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി.